അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാനിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവൾ എനിക്കിന്ന് ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കായ്പോളയാണത്. അപ്പോൾ ഒരു 2 പഴത്തിന് 4 മുട്ട എന്ന കണക്കിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു കൈയല്ല, പല കൈകൾ ചേർന്നുകൊണ്ടാണ് ഒരു കായ്പോള ഇവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യാണ് ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നെയ്യ് അങ്ങോട്ട് വീഴുന്നില്ല സ്പൂണിനകത്തുനിന്ന്. സ്പൂണുമായിട്ട് എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ 3 സ്പൂൺ നെയ്യ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം അതാ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ആ ഒരു 2 വാഴപ്പഴം ഉണ്ടല്ലോ, ഏത്തയ്ക്ക, അത് ചെറുതായി ഇങ്ങനെ അരിഞ്ഞത് ഒന്നിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറ് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു യെല്ലോ കളറായിട്ട് വരും കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ആണുങ്ങൾക്കൊന്നും ഇഷ്ടാവില്ലെന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി കളറാണ് ഇവിടെ ആയിട്ടുള്ളത്. ആ ഒരു പരുവാകുമ്പോൾ ഇത് റെഡിയായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അടിപൊളി മണമാണ് കേട്ടോ വരുന്നത്. ആ നെയ്ക്കകത്ത് നമ്മുടെ ഏത്തപ്പഴം കിടന്നിട്ട് ഇങ്ങനെ ആ ഒരു വഴണ്ട് വന്നപ്പോൾ ഒരു അടിപൊളി മണമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ആ ഒരു മുട്ടയുണ്ടല്ലോ അതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ 4 മുട്ടയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റും പല കൈകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരു കായ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5-6 പേര് ചേർന്നിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 4 മുട്ടയാണ് നമ്മൾ ആദ്യമേ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മുട്ടകളെല്ലാം ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ, ഏലക്കായ. അപ്പോൾ അതിൻ്റെ ആ ഒരു തൊലി ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കുരു മാത്രം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഒരു നുള്ള് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഏത്തയ്ക്കൊക്കെ ഇവിടെ നല്ല രീതിക്ക് തണുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ആ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ആ ഒരു വഴറ്റിയ ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതിൽ നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ആ ഏത്തപ്പഴം എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതൊന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് ഒരു തുള്ളി പോലും കളയാണ്ട് വടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് അടച്ചു കൊടുക്കണം. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത് നമ്മുടെ ആ ഒരു മിക്സ് അതിൽ ഒരു ശകലം എയർ പോലും കടക്കാതെ അതിനെ ശ്വാസം മുട്ടിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഹോളൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നും കൂടി ഒന്ന് തുറക്കുകയാണ്. തുറന്നിട്ട് നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അതിൻ്റെ മേലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം, അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.